ഹലോ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സാധാരണയായി കണ്ടുവരുന്ന കുറച്ച് ഇലക്കറികളൊക്കെ പരിചയപ്പെട്ടാലോ? ഇതാണ് പൊന്നാങ്കണ്ണി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി കാണുമായിരുന്നു. കാഴ്ചശക്തിക്കും അതുപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലൊരു ഇലക്കറിയാണിത് കേട്ടോ. അതുപോലെ ഇതിൽ ഒരുപാട് അയണും വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ചെറിയ വെറൈറ്റിയാണ്. ആദ്യം കാണിച്ചതാണ് വലിയ പൊന്നാങ്കണ്ണി, ഇതാണ് ചെറിയ പൊന്നാങ്കണ്ണി. ഇതായിരുന്നു പണ്ട് കൂടുതലായിട്ടും വയലിലൊക്കെ ഉണ്ടായിരുന്നത്. ഭയങ്കര രുചിയാണ് ഇത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് നന്നാക്കാനൊക്കെ ഭയങ്കര പാടാണ്, കാരണം കുഞ്ഞിപ്പൂവൊക്കെ നുള്ളി കളഞ്ഞിട്ട് വേണ്ട ചെയ്യാൻ. ഇത് കണ്ടോ, നമ്മുടെ വലിയ പൊന്നാങ്കണ്ണിയും ചെറിയ പൊന്നാങ്കണ്ണിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? രണ്ടും ഒത്തിരി ഔഷധ ഗുണമുണ്ട് കേട്ടോ. ഇതാണ് മണിത്തക്കാളി. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി കാണാൻ സാധിക്കും. കണ്ടോ, ചീനിയില പോലെയുള്ള ഒരു ഇലയൊക്കെയാണ്. അതിൽ ചെറിയ കായുണ്ട്, തക്കാളിപ്പഴം പോലെ അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി പോലെയൊക്കെ ഇരിക്കുന്നത്. പഴുത്ത് കഴിയുമ്പോൾ കറുത്തിരിക്കും. ഈ കായും ഇലയും ഒക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഔഷധ സസ്യം കൂടെയാണ്. ആയുർവേദത്തിലൊക്കെ ഒരുപാട് കാര്യത്തിന് യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണിത്. ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും അതുപോലെ മുടിക്കും കാഴ്ചശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ദഹനത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ചൂടുകാലത്തൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരം നന്നായി തണുപ്പിക്കും ഈ ഒരു മണിത്തക്കാളി എന്ന് പറയുന്ന ചെടി. വളരെ നല്ലതാണ് നമ്മൾ കഴിക്കുന്ന. ഒത്തിരി പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സുലഭമായി നമുക്ക് ലഭിക്കുന്ന ഒരു ചെടിയാണ്. ഇത് മുരിങ്ങ. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരുടെയും തന്നെ വീട്ടിലുണ്ടാവും. ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. ഇതിൻ്റെ ഇല, പൂവ്, ഇതിൻ്റെ കായ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് വിറ്റാമിൻസും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീനും കൂടെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പച്ചച്ചീര. വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിലൊക്കെ കൃഷി ചെയ്യാം. നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ പെട്ടെന്ന് വളരും. അധികം വളം പോലും നൽകേണ്ട ആവശ്യമില്ല. കുറച്ച് ചാണകപ്പൊടി നൽകിയാൽ തന്നെ പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണിത്. എല്ലുകളുടെ ആരോഗ്യത്തിന്, അതുപോലെ മുടിയുടെ, അതുപോലെ സ്കിന്നിൻ്റെയൊക്കെ ഹെൽത്തിന് വളരെ നല്ലൊരു ചീരയാണിത്. ഇതിൻ്റെ വിത്ത് വലുതായി കഴിയുമ്പോൾ, മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഞരടിയെടുത്താൽ തന്നെ അതിൻ്റെ വിത്ത് നമുക്ക് കിട്ടും. ആ വിത്ത് പാകി പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ചീരയാണിത്. ഇതാണ് മത്തനില. മത്തനില നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ല. വളരെ രുചിയുള്ള, അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണിത്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, അയൺ ഉണ്ട്, കാൽഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതാണ് അഗസ്ത്യച്ചീര. ഇതിനെ ഹമ്മിങ് ബേർഡ് ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കാരണം ഇതിൻ്റെ പൂവൊക്കെ ഒരു ചെറിയ കിളിയുടെ ഒരു ഷേപ്പിലാണുള്ളത്. വൈറ്റ് വെറൈറ്റി ഉണ്ട്, അതിൽ റെഡ് പൂവുള്ള ചെടിയുണ്ട്. ഒരുപാട് കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ എല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഒരുപാട് അയണും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വളരെ ഇതിൻ്റെ ഈ ഇലയും പൂവും എല്ലാം നമുക്ക് കറി വയ്ക്കാൻ സാധിക്കും. തോരനൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണത്. ഇതാണ് ഇലച്ചേമ്പ്. ഇത് നമ്മൾ ചേമ്പ്, സാധാരണ ചേമ്പല്ല, സാധാരണ കിഴങ്ങിന് വേണ്ടിയിട്ട് വളർത്തുന്ന ചേമ്പല്ല, ഇലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നൊരു ചേമ്പാണ്. ഇതിൻ്റെ ഈ തണ്ടും ഇലയും കൂമ്പും ഒക്കെ നമുക്ക് തോരൻ വയ്ക്കാൻ സാധിക്കും. ഒരുപാട് കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് കുപ്പച്ചീര. ഇത് നമ്മുടെ പച്ചച്ചീര പോലെ തന്നെ, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇലയ്ക്കും തണ്ടിനൊക്കെ കുറച്ചും കൂടി ഒരു കട്ടിയൊക്കെ കൂടുതലാണ്. ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. കാഴ്ചശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ളൊരു ചീര ഇനമാണത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് സാമ്പാർ ചീര. ഇംഗ്ലീഷിൽ ഇതിനെ വാട്ടർ ലീഫ് എന്നൊക്കെ പറയും. ഒരുപാട് വാട്ടർ കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുള്ള, വളരെയധികം കാൽഷ്യം, അയൺ, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ചീരയാണ്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ വളർത്താൻ പറ്റും. ഇതാണ് ചുവന്ന ചീര. നമ്മുടെ ഹീമോഗ്ലോബിൻ HP കൗണ്ടൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ചീരയാണ്. ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് HB ഒക്കെ കുറഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടറൊക്കെ സജസ്റ്റ് ചെയ്തതാണ് ഇത് ഡെയിലി കഴിക്കാനായിട്ട്. അതുപോലെ കാഴ്ചശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലൊരു ചീരയാണിത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ ചാനൽ.